ദേഷ്യം വന്നിട്ടായാലും അവിടെ ഒന്ന് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു വഴിയുള്ളത് തെറി പിടിക്കുക. ഹിറ്റ് പാട്ടുകൾ വരും പോവും, അത് അസ്തമിക്കും. പക്ഷെ ഒരു പാട്ട് അത് ഏത് കാലത്തും നിൽക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും, എത്ര തലമുറ മാറിയാലും, നമ്മുടെ ജനറേഷൻ ഏത് പോയാലും അത് ചെയ്ത കാലത്തിന്റെ അത് കേൾക്കുമ്പോൾ അത്രമേൽ ഇഷ്ടത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന പാട്ടുകളാണ് അക്ഷരാർത്ഥത്തിൽ ബെസ്റ്റ് സോങ് എന്ന് പറയുന്നത്. പാട്ടുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒന്നും മുഖത്ത് ശ്രദ്ധയെത്തില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ആൾക്കാര് അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എന്നെ ഒന്ന് നോക്കണേ എന്ന് കൊണ്ട് പോലെ എന്നെ നോക്കുക എന്നാണ്, കേൾക്കുക എന്നല്ല പറയുന്നത്. കാരണം വ്യൂസ് ആണല്ലോ ഇപ്പൊ ഒരു പാട്ട് ഹിറ്റായി ഒന്ന് ചിന്തിക്കുന്നത്. വ്യൂ എന്ന് പറഞ്ഞ കാഴ്ചയാണ്. അപ്പൊ നോക്കുക എന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് അവസാനം എന്ത് ചെയ്താലും കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാള് നമ്മളെ നോക്കണം. ദേഷ്യം വന്നിട്ടായാലും അവിടെ ഒന്ന് നോക്കിയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു വഴിയുള്ളത് തെറി പിടിക്കുക. തെറി പിടിച്ചാൽ നോക്കാം. അപ്പൊ പിന്നെ നമ്മൾ ആലോചിക്കുന്നത് പാട്ടിൽ ഇനിയിപ്പോ ഒരു തെറി വന്നാലും വേണ്ടില്ല, അയാൾ ഒന്നും കൂടെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇതും പറ്റില്ലെങ്കിൽ അവസാനം ദേഷ്യപ്പെട്ടിട്ട് അയാൾ നോക്കണേ. അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ചെപ്പക്കുറ്റിക്ക് ഒറ്റ പെട പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ അയാൾ നമ്മൾ എന്തായാലും തിരിഞ്ഞു നോക്കുന്നത് ഉറപ്പാണ്. ഈ ചെപ്പക്കുറ്റിക്ക് അടി എന്ന് പറഞ്ഞാൽ അടിക്കുള്ള വേറൊരു പേരാണ് ഹിറ്റ്. സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റ് പാട്ടിൽ നിന്ന് പലപ്പോഴും ഹിറ്റ് പാട്ട് വ്യത്യസ്തപ്പെടുന്നത് ഇങ്ങനെയാണ്. ഹിറ്റ് പാട്ടുകൾ വരും പോവും, അത് അസ്തമിക്കും. പക്ഷെ ഒരു പാട്ട് അത് ഏത് കാലത്തും നിൽക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും, എത്ര തലമുറ മാറിയാലും, നമ്മുടെ ജനറേഷൻ ഏത് പോയാലും അത് ചെയ്ത കാലത്തിന്റെ അത് കേൾക്കുമ്പോൾ അത്രമേൽ ഇഷ്ടത്തോടെ നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന പാട്ടുകളാണ് അക്ഷരാർത്ഥത്തിൽ ബെസ്റ്റ് സോങ് എന്ന് പറയുന്നത്. നമ്മള് പാതിരാമഴയതും ആണെങ്കിലും ശ്രീരാഗമോ ആണെങ്കിലും ഏത് തലമുറയാണെങ്കിലും ഏത് കാലത്താണെങ്കിലും സരസാറിന്റെ പാട്ട് പാടാത്ത ഒരു കോമ്പിനേഷനും ഉണ്ടായിരിക്കില്ല. അതാണ് ഇന്നും. അത് ഒരുപക്ഷെ ആ പാട്ടുണ്ടാവുന്ന കാലത്ത് ജനിച്ച കുട്ടികളാവില്ല ആ പാട്ട് പാടുന്നത്. അങ്ങനെ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് ആ പാട്ട് നിലക്കുന്നത്. ഇപ്പൊ ഔസേപ്പിച്ച മാഷ പാട്ട് എത്രയോ കാലത്തിന് ശേഷം നാം കേസ് കോഡ് എന്ന് പറയുന്ന സിനിമയിൽ പാടിയപ്പോ ആ പാട്ടുണ്ടായ കാലത്ത് ജനിക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ ആ പാട്ടുണ്ടായ കാലത്ത് ജനിച്ചവരുടെ മക്കളാണ് ആ പാട്ടിന് വേണ്ടി ആ പാട്ടിനൊപ്പം കൂടിയത്. അതാണ് ഒരു സംഗീതജ്ഞന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ഒരു പാട്ട് കാലത്തിനെ മറികടക്കുന്ന ഒരു പാട്ടെങ്കിലും ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാർത്ഥകത ഒരു സംഗീതജ്ഞ, മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സാർത്ഥകത. അങ്ങനെ ഒന്നിലധികം പാട്ടുണ്ടാക്കിയ 2 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. അതിലൊരാൾക്കാണ് പോകാൻ പറ്റി. അതിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടട്ടെ, സിനിമ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് സന്തോഷം എല്ലാവർക്കും.